അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് 5 മിനിറ്റ് പോലും വേണ്ട രാവിലത്തെ കാപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. അത്രയ്ക്ക് ഈസിയാണ് ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണെന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഷെയർ, ഫോളോ ഇതെല്ലാം നിങ്ങൾ വാരിക്കോരി തരാൻ മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോവാം. അപ്പൊ അതിനായി ഞാൻ എടുത്തിരിക്കുന്ന മൈദ മാവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിനകത്ത് ഗോതമ്പ് മാവ് എടുക്കാം, ആട്ടമാവ് എടുക്കാം, റവ എടുക്കാം, എന്ത് വേണേലും എടുക്കാം. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ മാവാണ്. ഇനി നമുക്കിനകത്ത് കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ നല്ല ലൂസാക്കി എടുക്കുകയാണ്. ഇങ്ങനെ പതുക്കെ കുറച്ച് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ നല്ല ലൂസായിട്ട് വരും. കട്ടിയൊക്കെ പോയി. അപ്പൊ നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിനാടി എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഇപ്പൊ നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മുട്ടയാണ്. ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിനകത്തിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് പറയാൻ കൊച്ചുള്ളിയാണ്. വളരെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണ്. ഒരു 10-25 കൊച്ചുള്ളി ഉണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു ദോശക്കല്ല് വെച്ച് ഒന്ന് ചൂടായി വന്നു. ഈ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് എല്ലാ ഭാഗത്തും നാളും. അപ്പൊ നമ്മൾ മാവ് എടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കി ഇട്ടെടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അടി കട്ടിയായി കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്രയും കനം കുറച്ച് വേണം നമ്മൾ ചുട്ടെടുക്കാൻ. അപ്പൊ ദോശ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ നമുക്ക് മേളിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ മുട്ട ബീറ്റ് വെച്ചേക്കുന്നത് ഇതിന്റെ മേളിലോട്ട് ഇങ്ങനെ എല്ലായിടും ആവുന്ന രീതിയിൽ ഒന്ന് ഇനി നമുക്ക് ഇളക്കി ഒന്ന് മറിച്ചിടാം. അപ്പൊ 2 സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് മടക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത വേറൊരു രീതിയിലാണ്. അത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ചുട്ട് വെച്ച ദോശ അതിന്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ നമ്മളെ ദോശ. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് നമ്മൾ പറയുന്ന സംഭവം. അടിപൊളിയായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ സ്പെഷ്യലായിട്ട് കറികളൊന്നും വേണ്ട. നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട. ഞാൻ ഇപ്പൊ കുറച്ച് തോനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇച്ചിരി 10 മിനിറ്റോളം എടുത്തത്. കുറച്ച് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് സമയം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശ. നിങ്ങൾ അങ്ങനെ എന്നെ പൊങ്കാലയിടാൻ വരരുത്. ഇതാണ് ദോശ. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, പെട്ടെന്ന് ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് മാത്രം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.